വിനോദ് ഈ ദുരന്തമുഖത്തെ അതിജീവിച്ച ഒരാൾ കൂടിയാണ്. വിനോദിന്റെ വീട് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ അവിടെയാണ് വീട് അല്ലേ? ഈ പുഴയുടെ കരയിലായിരുന്നു പാടി. എൻ്റെ ബാക്ക് സൈഡായിരുന്നു പാടിയുണ്ടായ. ആ പാടി താമസിച്ചിരുന്നത് ഞാനും അമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളെ പാടിയിൽ എൻ്റെ കസിന്, അവരമ്മ, അവരച്ഛന്, പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പാടികളിൽ. അവരെല്ലാം കൂടെ അവിടെ താമസിച്ചത്. ഫസ്റ്റ് പൊട്ട് ഏകദേശം 1:30 ആയ സമയത്താണ് പൊട്ട് പൊട്ടിയത്. ഞങ്ങളുണ്ട്. ഞാൻ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ കൊച്ചുണ്ടായിരുന്നു. കൊച്ചി ഇവിടെ അല്ല, അവർ എരുമക്കൊല്ലി ചെമ്പ്ര ആ സ്ഥലത്തുണ്ടായത്. അവർ 2 മാസം കൊച്ചാണ്. അപ്പോൾ കൊച്ചിനെ അവിടെ കൊടുക്കുന്നുണ്ടായില്ല. ഞാൻ അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് തൊഴുത്തിൽ കുറച്ച് പശുക്കളുണ്ട് മാമന്മാർക്ക്. അത് അഴിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ബാക്കിലെ തൊഴുത്തുള്ള, ആ സാധനത്തിൻ്റെ ബാക്കിലെ തൊഴുത്തുള്ള. അപ്പോൾ അഴിക്കാൻ പോയ സമയത്താണ് ഫസ്റ്റ് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. 1 മണിക്കാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അഴിച്ചൊരു 3/4 കഴിഞ്ഞപാടും പൊട്ടി. പെട്ടെന്ന് വെള്ളം കയറിയോട് ഞങ്ങൾ അടിച്ച് കുറച്ച് ദൂരെ വരെ കൊണ്ടുപോയി. അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഒരു മുരുക്കുമരം കിട്ടിയതുകൊണ്ട് അതിൽ കഴിച്ചിലായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഓടി നേരെ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു. തലേദിവസം ഞങ്ങൾ കുറച്ച് ആൾക്കാരെ മാറ്റിയിരുന്നു. ഞാൻ, പ്രജീഷ്, ശരത്ത് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ, രഞ്ജിത്തൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിരുന്നു കുറച്ച് ആൾക്കാരെ. അവരെന്തായി നോക്കാൻ വേണ്ടി വന്നപ്പോൾ അവരൊക്കെ സേഫ് ആയിരുന്നു. പക്ഷെ അവിടെ നിൽക്കുന്ന ചളി അടിച്ച് കയറി. അതെ അതെ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് എല്ലാവരും കൂട്ടി ഈ മേലത്തെ ബംഗ്ലാവിലേക്ക് ഓടി കയറിയത്. അവിടെ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു പാലം നോക്കാൻ വേണ്ടിയിട്ട്. പാലം അപ്പോൾ ഇതിൻ്റെ മേൽവരെ മാത്രം കാണുന്നുണ്ട്. കുറച്ച് വെള്ളം ടൗണിലേക്കും കുറച്ച് വെള്ളം ഇത് കൂടെ ഒഴുകുന്നത്. ഞാൻ നിൽക്കുന്ന ആദ്യത്തെ പൊട്ടലിൽ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പാലം ഫസ്റ്റ് ബോട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീക്ഷയോടെ ഞാൻ പറഞ്ഞു പാലം വെള്ളം കുറങ്ങിയോട് പാലം കിടക്കുക എല്ലാവർക്കും സേഫ് ആകുന്നുള്ള പ്രതീക്ഷയോടെ ഇവിടെ നിന്നു. രണ്ടാമത്തെ പൊട്ട് അപ്പോഴാണ് പൊട്ടോട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ജീവൻ കൊണ്ട് ഓടി. വേറെ വഴിയില്ല. ഞങ്ങൾ ആ കുന്നിലേക്ക് ഓടിക്കറി. അപ്പോൾ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഞങ്ങളെ കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? വെള്ളം മാത്രമല്ല വരുന്നത്, ഈ കണ്ട പാറകളൊക്കെ വരുന്നത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. മേലെ കയറി എല്ലാവരും മേലെ ഓടി രക്ഷപ്പെട്ടു. പിന്നെ അവിടുത്തെ നിന്നു, നേരം വെളുക്കുന്നവരെ നിന്നു. പിന്നെ ആൾക്കാരൊക്കെ വന്നു. പക്ഷേ ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല, പാലം പോയതുകൊണ്ട്. പിന്നീട് ഇതിലേക്ക് റോപ്പ് ഇട്ടു. റോപ്പ് വഴി എമർജൻസിയിലുള്ള ആൾക്കാരെ അങ്ങോട്ട് മാറ്റി. പിന്നീട് ആർമിക്കാരനെ അവിടെ താഴേക്ക് ഉള്ളൊരു ചെറിയ പാലാക്കിയിട്ട് അവിടെ നിന്നാണ് വൈകിട്ട് ഒരു 5 മണി ശേഷം എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തിയത്. അതുവരെ എമർജൻസിയുള്ള മരിപ്പും ബോഡീസും എല്ലാം ആ സമയത്തും എല്ലാം കടത്തിയത് കൂടെ തന്നെ. റോപ്പ് വഴി കുറേ ആൾക്കാർ കടത്തി. ഇപ്പോൾ 1 വർഷമായി. നാട്ടിലേക്ക് വന്നു. കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കായി, ആരുമില്ല. ഇപ്പൊ മേപ്പാടി താമസിക്കുന്നത്. പക്ഷേ നാട് വിട്ടിട്ട് പോയിട്ട് പ്രജീഷ് എന്ന ആള്, രക്ഷാപ്രവർത്തനം പോയ പ്രജീഷ്, പിന്നെ ഒരു കൂടെ ശരത്ത്, അവർ 2 പേരുണ്ടായിരുന്നു. ആ 2 പേര് അവിടെ ഉണ്ടായിരുന്നു. രക്ഷപ്പെടുത്താൻ വേണ്ടി പോയ ആൾക്കാരാ. ആ 2 പേര് പോയി. ഇപ്പൊ അവരില്ല, ഒറ്റക്കായി. നാട്ടിൽ വന്നു. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാവുന്നില്ല. അങ്ങനെയല്ല, നാട്ടിൽ വന്നപ്പോഴേ ഞാൻ ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കൂടെ അവരുണ്ടാവും. അപ്പോൾ ഞാൻ ലീവിനൊക്കെ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ എല്ലാവരും ഉണ്ടാവും. ഒരുമിച്ച് കൂടി നിന്ന് സംസാരിക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നു, കുറേ മരങ്ങൾ കല്ലുകൾ കാണുന്നു, തിരിച്ചു പോകുന്നു. അത് നടക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെയൊക്കെ ശ്മശാന ഭൂമിയിലേക്ക് പോകാച്ചു. അവിടെ പോയാൽ ഞാൻ പെടുത്തമിടും. അതുകൊണ്ട് പെടുത്തുന്നില്ല. നമ്മളിതും അതിജീവിക്കും വിനോദ്. കാരണം ജീവിതം അങ്ങനെയല്ല, അപ്രതീക്ഷിതമായിട്ടല്ലേ നമുക്ക് ഓരോന്നും സംഭവിക്കുന്നത്. ഇതൊന്നും ആരും നാട് വിട്ട് പോയിട്ടുള്ള അവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അമ്മ കൂടെ ഉണ്ട്. ബാംഗ്ലൂരോ? അല്ല, ഇവിടെ മേപ്പാടി ഉണ്ട്. ഞങ്ങൾ മേപ്പാടി താമസിക്കുന്ന വാടകയ്ക്ക് മേപ്പാടി ഉണ്ട്. പക്ഷെ നാട് വിട്ട് പോകുന്ന ഒരു അവസ്ഥ, ജനിച്ചു വന്ന വിട്ട് മണ്ണ് പോയതേ. ഇത്രയും വലിയ മനോഹരമായ നാട് വേറെ എവിടെയും കിട്ടൂല. എൻ്റെ അവസ്ഥയിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയതാ, പക്ഷെ ഇത്രയും നല്ലൊരു മനോഹരമായ നാട് എവിടെയും കിട്ടൂല. വിനോദിനെ പോലെ തന്നെ ഓർമ്മകളിൽ വിതുമ്പുകയാണ് ഒരു കൂട്ടം മനുഷ്യന്മാർ.